യഥാർത്ഥത്തിൽ ഇത് ഡിവൈഎഫ്ഐ നേതാവാണോ സംഘപരിവാർ നേതാവാണോ അവിടെ ഇരിക്കുന്നത് എനിക്ക് സംശയമുണ്ട്. കാരണം രാജ്യത്തെ ആളുകളെ കശാപ്പിന്റെ പേരിൽ തല്ലിക്കൊല്ലുമ്പോൾ അതിനകത്ത് ഒരു പ്രതിഷേധ സമരം നടത്തി എന്നുള്ളതാണ്. ആ സമരം രാജ്യത്ത് RSSനെതിരായിട്ടുള്ള സമരമായിരുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഈ കേരളത്തിൽ ഈ പറശ്ശിനിക്കടവ് എന്ന് പറയുന്ന പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ അവിടെ മാനിനെയും മുയലിനെയും സർവത്ര മൃഗങ്ങളെയും കത്തിച്ചും സിംഹവാലം കുരങ്ങന്റെ കാല് വെട്ടി തുള്ളുമ്പോൾ ആ സിംഹവാലം കുരങ്ങ് തുള്ളട രാഘവ എന്ന് പറഞ്ഞ് പച്ച മൃഗങ്ങളെ ചുട്ട് ചാമ്പലാക്കി കത്തിച്ച് സമരം നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇപ്പോൾ ഒരു മൂരിക്കുട്ടന് വേണ്ടി ഇവിടെ വിലപിക്കുന്നത് ഒരു സംഘപരിവാറുകാരൻ്റെ അതേ ഭാഷയിലാണ് എനിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ സംഘപരിവാർ ഇവരൊക്കെ തന്നെ ഒരേ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് നമുക്കറിയാം. കാരണം എന്താണ്, ഇപ്പോൾ ഗവർണർക്കെതിരായി ഇവർ പറയുമ്പോൾ ഈ ഹരിയസ് കർത്ത എന്ന് പറയുന്ന ഒരു RSSകാരൻ നിയമിച്ചു കൊടുത്തതാരാ? അന്ന് ഞങ്ങൾ അതിന് എതിർത്തിരുന്നു. ഈ ഇത്തരത്തിലുള്ള RSSകാർക്ക് നിയമനം കൊടുക്കാനാണ് ഒരു പൊളിറ്റിക്കലായ ഒരു നിയമനം നടത്തി കൊടുത്തത് സർക്കാരാണ്. ഒന്ന്, ഗവർണർക്കെതിരായി ഗവർണർക്ക് പല ഘട്ടത്തിലും സ്വാധീനിച്ചും അതോടൊപ്പം തന്നെ കണ്ണൂരുകാരനാണെന്ന് പറഞ്ഞു അദ്ദേഹത്തെ കൊണ്ട് വഴിവിട്ട കാര്യങ്ങൾ ചെയ്തതും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഒന്ന്, നിഷാദ് ഒരു കാര്യം കൂടി പറയണം. ഇന്ന് നമുക്കറിയാൻ സാധിക്കും, ഇവരുടെ നവകേരള ബസ്സിൽ ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രി നരേന്ദ്രമോദിയുടെ ഘടകകക്ഷിയുടെ മന്ത്രിയാണ്, കൃഷ്ണൻകുട്ടി അല്ലേ? RSSകാരൻ നയിക്കുന്ന ഒരു NDA സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാളെയും കൂട്ടിയിട്ടാണ് നവകേരള യാത്ര നയിക്കുന്നത്. അതിൽ നിന്ന് പ്രതിഷേധിച്ച CK നാണുവിനോട് കടക്ക് പുറത്തുനിന്ന് പറഞ്ഞവരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ NDAയുടെ ഒരു ഘടകകക്ഷിയുടെ മന്ത്രിയെയും കൂട്ടി പോകുന്ന ഇവരാണോ BJPക്ക് സംഘപരിവാറിനെതിരായി വലിയ യുദ്ധം നടത്തുന്നത്? ആദ്യം കൃഷ്ണൻകുട്ടിയോട് പോയി രാജിവെക്കാൻ പറ ആ പാർട്ടിയിൽ നിന്ന്, എന്നിട്ട് നിങ്ങൾ നടത്തൂ ഈ RSSന് സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം. അതുകൊണ്ട് നിങ്ങൾ ആ പോരാട്ടത്തെക്കുറിച്ച് ഞങ്ങളോട് പറയേണ്ട. അത് ഞങ്ങൾ രാജ്യത്തെമ്പാടും RSSനും സംഘപരിവാറിനും ഗവർണർക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നുണ്ട്. കണ്ണൂർ വന്നപ്പോൾ പോലും ഗവർണർക്കെതിരായി അതെ ഞാൻ പറയട്ടെ, ഈ ഗവർണർക്കെതിരായി അതിശക്തമായ സമരം കണ്ണൂരിന്റെ മണ്ണിൽ സമരം നടത്തി. ഡിവൈഎഫ്ഐ നേതാവേ, താങ്കൾ കേൾക്കൂ. ഈ ഗവർണർ കണ്ണൂർ വന്നപ്പോ, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്ത് വന്നപ്പോ, ആ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പരസ്യമായി സമരങ്ങളുമായി മുന്നോട്ട് പോയി. അതിന്റെ ബദൽ കേസിൽ പ്രതിയായ ഒരാളാണ് പൗരത്വ സമരകാലത്താണ് ഈ ഉന്നത വിദ്യാഭ്യാസ പൗരത്വ സമരകാലത്ത് ഗവർണർക്കെതിരെ നിങ്ങൾ പ്രതിഷേധിച്ചോട് തർക്കമില്ല. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പൊസിഷൻ ഇല്ല. തീർച്ചയായും പ്രതിഷേധങ്ങളുണ്ട്. ഈ ഒരു രൂപത്തിലേക്ക് ഗവർണർക്ക് സൗകര്യം ചെയ്തു കൊടുത്തത് ആരാണ്? ഹരിയസ് കർത്ത എന്ന് പറയുന്ന RSSകാരനെ ഗവർണറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിക്കാനുള്ള ഉത്തരവ് കൊടുത്തത് ആരാണ്? ഗവർണർ ചൊടിച്ചു നിന്നപ്പോൾ വീണ്ടും ചീഫ് സെക്രട്ടറിയെ രാജ്ഭവൻ അയച്ചുകൊണ്ട് സെറ്റിൽമെന്റ് നടത്തി. ആ സെറ്റിൽമെന്റ് ചർച്ചയ്ക്ക് ശേഷമല്ലേ ഹരിയസ് കർത്ത എന്ന് പറഞ്ഞ RSSകാരൻ ഈ ഗവർണറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത്? അല്ലേ? നിങ്ങളാണ് ഗവർണർക്ക് എല്ലാ തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളും ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത്. ഈ ഗവർണർക്ക് അതിനെക്കുറിച്ച് പുറത്തുവരേണ്ട ചിത്രങ്ങൾ, ആളുകളെ മർദ്ദിക്കുന്ന ചിത്രങ്ങളാണോ എന്ന കാര്യം CPM-ഉം സർക്കാരും LDF ഒക്കെ ആലോചിക്കേണ്ട സംഗതിയാണ്.